DC പോളിംഗ് ബൂത്തിൽ അതിനുശേഷം ഫലമറിവാകുന്ന ഇടങ്ങളിൽ ഉണ്ണികൃഷ്ണനുണ്ട്. ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകളിൽ 103 ഇലക്ട്രൽ കോളേജ് വോട്ടുകളുമായി ഒബാമ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇത് ആധികാരികമായി അവിടുത്തെ മാധ്യമങ്ങൾ കാണുന്നുണ്ടോ? CNN പോലെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെയധികം അനാലിസിസുകൾ നടത്തിയിട്ടാണ് ഇത്തരമൊരു റിസൾട്ട് പ്രൊജക്ട് ചെയ്യുന്നത്. ഇതിന്റെ ട്രെൻഡുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒബാമ നാം പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ ഒരു മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ചില റിസൾട്ടുകൾ പറയുകയാണെങ്കിൽ പെൻസിൽവാനിയയിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ ബറാക് ഒബാമ വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് CNN പ്രൊജക്ട് ചെയ്യുന്നത്. ഇത് ഡെമോക്രാറ്റിക് പാർട്ടിയെ സംബന്ധിച്ച് വളരെയധികം ആഹ്ലാദമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഏറ്റവും അവസാനത്തെ പോളിന് മുൻപുള്ള ഏറ്റവും അവസാനത്തെ മണിക്കൂറുകളിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയും ബറാക് ഒബാമയും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ജോൺ മെക്കെയിനും തമ്മിലുള്ള അന്തരം വളരെ ചുരുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ അവിടെ ഡെമോക്രാറ്റിക് പാർട്ടി പരാജയപ്പെടുമോ എന്നൊരു ആശങ്ക നിലനിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 39% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ 65% വോട്ടുകളുടെ പിന്തുണയോടുകൂടി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ബറാക് ഒബാമ ലീഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് CNN പോലെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അവിടെ ഒബാമ ജയിച്ചതായി തന്നെ പ്രൊജക്ട് ചെയ്യുന്നത്. ഈസ്റ്റേൺ സമയക്രമത്തിന്റെ കീഴിൽ വരുന്ന സ്റ്റേറ്റുകളിൽ ആദ്യ ഫലങ്ങൾ അറിവാകുമ്പോൾ ചില പ്രത്യേകത ഉണ്ടായിരുന്നു. കെൻഡക്കിയിലെ മക്കെയിന്റെ ജയം, കെൻഡക്കിയിൽ മക്കെയിൻ വിജയിച്ചു എന്ന് ഫലങ്ങൾ അറിവാകുന്നുണ്ട്. 8 സീറ്റുകളാണ്, 8 ഇലക്ട്രൽ കോളേജ് വോട്ടുകളാണ് കെൻഡക്കിയിലുള്ളത്. കെൻഡക്കിയിലെ പക്ഷേ മക്കെയിന്റെ ജയത്തിന്റെ തോത് ഒരു വലിയ ഘടകമാണ്. 10 പോയിന്റുകൾക്ക് താഴെയായി മക്കെയിന്റെ ജയമെങ്കിൽ, 10 പോയിന്റുകൾക്ക് താഴെയാണ് ഭൂരിപക്ഷമെങ്കിൽ സ്വാഭാവികമായി ഒബാമയുടെ വിജയം വളരെ വലുതായിരിക്കുമെന്നായിരുന്നു പ്രവചനം. കാര്യം കെൻഡക്കി പരമ്പരാഗതമായി റിപ്പബ്ലിക്കൻസിന്റെ കോട്ടയാണ്. കെൻഡക്കിയിലെ വിജയത്തെ എങ്ങനെ വിലയിരുത്താം, മക്കെയിന്റെ വിജയത്തെ? തീർച്ചയായിട്ടും താങ്കൾ നിരീക്ഷിച്ചതുപോലെ തന്നെ കെൻഡക്കിയിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ജയിച്ചു എങ്കിൽ തന്നെയും അവിടെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വോട്ടിംഗ് ശതമാനം, ഡെമോക്രാറ്റിക് പാർട്ടിയോട് അനുഭാവമുള്ള വ്യക്തികളുടെ വോട്ടിംഗ് ശതമാനം ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് രാജ്യത്തിൽ ആകമാനമുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയോടുള്ള അനുഭാവത്തിന്റെ വർധനയായി നമുക്ക് വിലയിരുത്താൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കെൻഡക്കി എന്ന് പറയുന്നത് റിപ്പബ്ലിക്കൻസിന്റെ ഒരു കുത്തക സ്റ്റേറ്റ് അല്ല. കാരണം അവിടെ ബുഷും ജയിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ക്ലിന്റണും ജയിച്ചിട്ടുണ്ട്. ആ അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ ഇത്തവണ കെൻഡക്കി റിപ്പബ്ലിക്കൻ സ്ഥാനത്ത് നിന്നും മാറി ഡെമോക്രാറ്റുകളോടൊപ്പം നിൽക്കേണ്ടതായിരുന്നു. എന്നാൽ തന്നെയും റിപ്പബ്ലിക്കൻസിന് ഒരു ആശ്വാസ വിജയം എന്നവണ്ണം കെൻഡക്കി പ്രവർത്തിക്കുകയാണിപ്പോൾ. മിസൗറിയിലെ വിജയം കൂടി നോക്കേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ, കഴിഞ്ഞ ദിവസം താങ്കൾ പറഞ്ഞതുപോലെ മിസൗറിയിൽ ആര് ജയിക്കുന്നോ അവർ അമേരിക്ക ഭരിക്കും, അമേരിക്കൻ പ്രസിഡന്റ് ആകുമെന്നൊരു ചരിത്രം കഴിഞ്ഞ ഏതാണ്ട് ഒരു നൂറ്റാണ്ടായുണ്ട്. ഇടയ്ക്കെപ്പോഴോ 50കളിലെങ്ങാണ്ട് മാത്രമാണ് അതിനൊരു മാറ്റം വന്നത്. മിസൗറിയിലെ ഫലം അറിവായിട്ടുണ്ടോ? അവിടുത്തെ ട്രെൻഡ് മനസ്സിലായിട്ടുണ്ടോ? തീർച്ചയായിട്ടും മിസൗറിയിൽ നമുക്ക് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ, അതായത് ഒരു കാര്യം നമുക്ക് വളരെയധികം ശ്രദ്ധിക്കാനുള്ളത്, മിസൗറിയിലെ പോളിംഗ് ഈസ്റ്റേൺ സ്റ്റാൻഡേർഡ് ടൈം അനുസരിച്ച് ഏതാണ്ട് 2-1.5 മണിക്കൂർ കഴിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ വളരെ ആദ്യ ഫലങ്ങളാണ് മിസൗറിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അവിടെ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അനുകൂലമായ ഒരു വിധിയെഴുത്താണ്. ഇത് പറയുമ്പോൾ വീണ്ടും നാം ഊന്നൽ കൊടുക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഏതാണ്ട് 1% താഴെ വോട്ടുകൾ മാത്രമാണ് അവിടെ എണ്ണിത്തീർന്നത്. അതുകൊണ്ട് ഇതൊരു വിജയത്തിന്റെ ലക്ഷണമായ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും മിസൗറി ഡെമോക്രാറ്റിക്കുകളോട് അടുക്കുന്നു എന്ന ഒരു സൂചനയാണ് ആദ്യ ഫലങ്ങൾ നമുക്ക് നൽകുന്നത്. ഭഗത് ഉണ്ണികൃഷ്ണൻ, ഇത് വോട്ടെടുപ്പിലെ വോട്ടെണ്ണലിന്റെ ആദ്യ ഫലങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. കഴിഞ്ഞ ഏതാണ്ടൊരു 6-7 മണിക്കൂറായി അമേരിക്കയിൽ വോട്ടെടുപ്പ് നടന്നതിന്റെ ആവേശകരമായ വോട്ടെടുപ്പായിരുന്നു. ഒരു വലിയ പോളിംഗ് ശതമാനമുണ്ട് എന്ന് അറിയുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എത്ര ശതമാനം ആളുകൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു വലിയ ടേൺ ഔട്ട് പോളിംഗിൽ ഉണ്ടായോ? ഇത്തരം വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇത്തരം വിശദാംശങ്ങളുടെ ഏതാണ്ട് ആദ്യ അനാലിസിസുകൾ മാത്രമാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കുവാനുള്ളത് 2004ലെയും 2000ലെയും തിരഞ്ഞെടുപ്പുകൾ വെച്ച് നോക്കുമ്പോൾ പ്രശ്നങ്ങൾ വളരെ കുറവുള്ള ഒരു തിരഞ്ഞെടുപ്പായിട്ടാണ് 2008ലെ തിരഞ്ഞെടുപ്പിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2000ലാണെങ്കിൽ ഫ്ലോറിഡയിൽ വളരെയധികം ക്രമക്കേടുകൾ നടന്നു എന്നൊരു ആരോപണവുമുണ്ട്. 2004 ആ ആരോപണങ്ങൾ ഒഹായോയിലേക്കാണ് മാറിയത്. എന്നാൽ 2008 ഇതുവരെ നാം അറിഞ്ഞിടത്തോളം
അത്തരം വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇത് തന്നെ അമേരിക്കൻ ജനാധിപത്യത്തിന്റെ ഒരു മുതൽക്കൂട്ടായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി താങ്കൾ ചോദിച്ച ചോദ്യം പോലെ തന്നെ ഒരു റെക്കോർഡ് ടേൺ ഔട്ട് ആയിരുന്നുവോ ഇന്നിവിടെ കണ്ടത് എന്നതിന്റെ പ്രാഥമിക നിഗമനങ്ങൾ നാം പ്രതീക്ഷിച്ചിരുന്നത് പോലെ ഒരു റെക്കോർഡ് ഇത് പുലർത്തിയില്ലെങ്കിൽ തന്നെയും വോട്ടിംഗ് ശതമാനം ഉയർന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കീ ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് വിശേഷിപ്പിക്കുന്ന ഇടങ്ങളിൽ ഇലിനോയും ന്യൂജേഴ്സിയും പെൻസിൽവാനിയയും അടക്കമുള്ള സ്ഥലങ്ങളിലെ ഫലങ്ങൾ ഏതാണ്ട് പുറത്തു വരുന്നുണ്ട്, പ്രൊജക്ഷൻ അറിയുന്നുണ്ട്, തൊട്ടുപുറകെ തന്നെ ഫലങ്ങളും അറിവാകുന്നുണ്ട്. ഇവിടെയൊക്കെ തന്നെ ഡെമോക്രാറ്റുകൾക്ക് സ്വാധീനമുള്ള മേഖലകളാണെങ്കിൽ പോലും ഒബാമയുടെ വിജയത്തെ എങ്ങനെ കാണുന്നുണ്ട്? ആദ്യ ഫലങ്ങളിൽ ഇപ്പോൾ റിസൾട്ടുകൾ ഏതാണ്ട് വന്നു തുടങ്ങുന്ന സ്റ്റേറ്റുകളിലെ ഫലങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു അവിടുത്തെ മാധ്യമങ്ങൾ? നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഫണ്ടമെന്റലായിട്ട് ഉള്ള വിജയം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ ചുരുങ്ങിയ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ന്യൂ ഹാംപ്ഷയറിൽ ഒബാമ വിജയിക്കുന്നതായി CNN പ്രൊജക്ട് ചെയ്യുന്നു. അവിടെ നമുക്ക് വ്യക്തമായ വോട്ടിംഗ് അനാലിസിസ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഈ വോട്ടിംഗ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നാം പ്രതീക്ഷിച്ചത് പോലെ തന്നെ ഒബാമയ്ക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എക്കണോമിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മുഖ്യമെന്ന് സൂചിപ്പിച്ച ഏതാണ്ട് 62% പേരിൽ കൂടുതൽ പേരും ഒബാമയിലേക്കാണ് ചായുന്നതായി നമുക്ക് കാണുന്നത്. ഈ ട്രെൻഡുകൾ നമുക്ക് ദേശീയമായി പരിഗണിക്കുകയാണെങ്കിൽ നാം നേരത്തെ പോള് തുടങ്ങുന്നതിന് മുമ്പ് നടത്തിയ അഭിപ്രായ സർവേകളുടെ ഫലം പോലെ തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അനുകൂലമായ ഒരു വിധി ആയിരിക്കും അവസാനം ഉണ്ടാകുക എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാത്തത്. ഡെലിഗേഷൻ ഏറ്റവും പ്രധാനമായി ഇനി പ്രതീക്ഷിക്കുന്നത് എന്താണ്? 270 ഇലക്ട്രൽ കോളേജ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് ഒബാമ അടുക്കുന്നു എന്ന് തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കുമോ? ഇതുവരെയുള്ള ട്രെൻഡുകൾ അനുസരിച്ച് ഒബാമ 270 ഇലക്ട്രൽ വോട്ടുകൾ നേടുമെന്നതിൽ നമുക്ക് വളരെ സംശയിക്കേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ല. കാരണം ഇപ്പോൾ ഏറ്റവും അധികം ഇലക്ട്രൽ വോട്ടുകളുള്ള പെൻസിൽവാനിയ ഒബാമ വിജയിച്ചു കഴിഞ്ഞു. ഏതാണ്ട് ഫ്ലോറിഡയിൽ ഒബാമയ്ക്ക് അനുകൂലമായ ഒരു ട്രെൻഡാണ് നിലനിൽക്കുന്നത്. ന്യൂയോർക്ക് ആകട്ടെ 31 ഇലക്ട്രൽ വോട്ടുകളുള്ള ന്യൂയോർക്ക് ആകട്ടെ പരമ്പരാഗതമായി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കയ്യിൽ തന്നെയാണ്. അവിടെ ആകെ ഡെമോക്രാറ്റിക് അതായത് ബറാക് ഒബാമയ്ക്ക് തിരിച്ചടിയാകാൻ സാധ്യതയുള്ള ഒരേ ഒരു ഘടകം ക്ലിന്റൺ ഇഫക്ട് ആണ്. കാരണം കൂടുതൽ ആൾക്കാർ ബ്ലൂ കോളർ വോട്ടേഴ്സ് ക്ലിന്റനെ പിന്തുണയ്ക്കുന്നതാണ്. എന്നാൽ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഹിലരി ക്ലിന്റനും അതുപോലെ തന്നെ ബിൽ ക്ലിന്റനും ഒബാമയോടൊപ്പം ചേർന്ന് പ്രചാരണങ്ങൾ നടത്തിയത് ഇവിടെ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് കൂടുതൽ ശക്തി അവശേഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്ഭുതങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചില്ലെങ്കിൽ നാം നേരത്തെ പറഞ്ഞ സ്റ്റേറ്റുകളിലെല്ലാം തന്നെ ഡെമോക്രാറ്റിക് പാർട്ടി വളരെ വലിയൊരു വിജയം നേടുകയും നേരത്തെ പ്രൊജക്ട് ചെയ്യപ്പെട്ടതുപോലെ തന്നെ ഏതാണ്ട് 280-നും 300-നും ഇടയ്ക്ക് ഇലക്ട്രൽ വോട്ടുകളിൽ ബറാക് ഒബാമ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുമെന്നാണ് ഇനി അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് മുമ്പിലുള്ള 50 സ്റ്റേറ്റുകളിൽ ഏതൊക്കെ സ്റ്റേറ്റുകൾ ഒബാമ പിടിച്ചാൽ അതൊരു വലിയ അട്ടിമറിയാവും. ഒബാമയുടെ വലിയ തരംഗത്തിൽ പോലും ഡെമോക്രാറ്റുകൾക്ക് വഴങ്ങില്ല എന്ന നിലപാടെടുത്ത ഏതൊക്കെ സ്റ്റേറ്റുകളുണ്ട്? സ്വാഭാവികമായി ഒബാമയുടെ വിജയത്തിന്റെ നിർണായക ഘടകങ്ങളാകാൻ പോകുന്ന സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്? ഡെമോക്രാറ്റുകളുടെ കേന്ദ്രങ്ങൾ ഒബാമയ്ക്ക് അനുകൂലമായി നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഏതൊക്കെ സ്റ്റേറ്റുകൾ ഒബാമയ്ക്ക് അനുകൂലമായി വിധി എഴുതിയാൽ അത് ചരിത്രത്തിൽ തന്നെ ഒരു നിർണായക വിധിയെഴുത്തായിരിക്കും? താങ്കൾ ഈ ചോദിച്ചതിന് ഏറ്റവും വളരെ വലിയൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് വെർജീനിയയാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ നമുക്ക് വിവരം ലഭിക്കുമ്പോൾ വെർജീനിയയിൽ മെക്കെയിൻ നേരിയ ഒരു ലീഡ് നിലനിർത്തുന്നുണ്ട്. പക്ഷെ ആ ലീഡ് എന്ന് പറയുന്നത് വളരെ കാര്യമാക്കാനില്ല. അവിടെയും ബറാക് ഒബാമ വിജയിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കണക്കാക്കേണ്ടത്. കാരണം അവിടെയുള്ള സെനറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി വിജയിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ആ സ്റ്റേറ്റുകളിലും ഡെമോക്രാറ്റിക് പാർട്ടി പ്രസിഡൻഷ്യൽ ഇലക്ഷനിലും ആ വിജയം ആവർത്തിക്കാനാണ് സാധ്യത. മറ്റു സ്ഥലങ്ങളാണ് പെൻസിൽവേനിയ ഒരു സ്വിംഗ് സ്റ്റേറ്റ് ആയിട്ട് തന്നെയാണ് കരുതിയിരുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രചാരണത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ മെക്കെയിൻ വളരെ വലിയൊരു തിരിച്ചുവരവ് അവിടെ നടത്തിയിരുന്നു. അതും ഒരു പക്ഷേ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തിരിച്ചുപിടിച്ച ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അടുത്തതായി നമുക്ക് പറയാനുള്ളത് ഫ്ലോറിഡയിലെ കാര്യമാണ്. ഫ്ലോറിഡ പരമ്പരാഗതമായി റിപ്പബ്ലിക്കൻ ഒരു സ്റ്റേറ്റാണ്. കാരണം പല തവണ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. ഭടന്മാർ അതായത് വിമുക്ത ഭടന്മാർ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ്. ഈ സ്ഥലങ്ങളിലും ഒബാമ മുന്നേറുന്നു എന്നത് തന്നെ
താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡെമോക്രാറ്റിക് പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് വിജയം പിടിച്ചെടുക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. റൂറലിലേക്ക് തന്നെ വരാം.